ജലോപരിതലത്തിലൂടെ, അതായത് വെള്ളത്തിന് മുകളിലൂടെ നടന്നു പോകാനുള്ള സിദ്ധിയുള്ള ആൾക്കാരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നിങ്ങളെപ്പോലെ ഞാനും കേട്ടിട്ടുണ്ട്, പക്ഷേ കണ്ടിട്ടില്ല. ചില പുരാണങ്ങളിലൊക്കെ അണിമ, ലഖിമ, ഗരിമ അങ്ങനെയൊക്കെയുള്ള വലിയ സിദ്ധികളെക്കുറിച്ച് നമ്മൾ അങ്ങനെയുള്ള സിദ്ധികൾ കൈവശമുള്ള യോഗികളെക്കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഇത് ഏതാണ്ട് അത്തരമൊരു സിദ്ധിയുള്ള ഒരു മനുഷ്യനെക്കുറിച്ചുള്ളൊരു സംഭവകഥ എന്ന് വേണമെങ്കിൽ പറയാം. ഞാനല്ല കണ്ടത്, പക്ഷേ അത് നിങ്ങൾ തുടർന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാകും. പക്ഷേ ഇതിലെ ഈ സിദ്ധി പ്രകടിപ്പിച്ച വ്യക്തി അയാൾ സന്യാസിയൊന്നുമല്ല. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ്. അദ്ദേഹം തിരുവനന്തപുരം നഗരത്തിൽ ഒരു ലോഡ്ജിൻ്റെ മാനേജരായിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണ്. ഞാനങ്ങനെ അദ്ദേഹത്തെ പരിചയപ്പെടുന്നു. മൂന്നാമതൊരു കഥാപാത്രവും കൊണ്ടുണ്ട് ഈ കഥയിൽ. ഞങ്ങളങ്ങനെ 3 പേരും ഞങ്ങൾ പരിചയപ്പെട്ടു എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളും പിന്നീടാണ് ഞാനീ പറഞ്ഞ സിദ്ധികളുടെ ഒരു പ്രദർശനവും ഒക്കെ ഉണ്ടായത്. അതിനെക്കുറിച്ച് ഞാനിന്ന് ഇവിടെ നിങ്ങളോട് പറയാം. യുക്തിസഹമായത് മാത്രം വിശ്വസിക്കുക. നിങ്ങളെപ്പോലെ ഞാനും അങ്ങനെ തന്നെയാണ്. എന്താ യുക്തി എന്ന് പറയുന്നത്? യുക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ മനസ്സിലാക്കാൻ ഉള്ള കഴിവുകൾ കൊണ്ടും അളക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് യോജിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് യുക്തി. അത് പറ്റുന്നില്ലെങ്കിൽ അത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് നമ്മൾ പറയും. പക്ഷേ അത് സത്യം എന്നുള്ളത് ഈ യുക്തിയും സത്യവും ഒന്നാവണമെന്നില്ല. പലപ്പോഴും ഒന്നായിരിക്കും. ചിലപ്പോൾ യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത സത്യങ്ങളും ഉണ്ടാകാം. അപ്പം ഞാൻ യുക്തിസഹമായിട്ട് ചിന്തിക്കുമ്പോൾ ഉപരിതലത്തിലൂടെ നടക്കാൻ മനുഷ്യർക്ക് സാധിക്കില്ല എന്നാണ് നമ്മുടെ ഒരു ചിന്ത. ഇത് ആമുഖമായിട്ട് ഇത്രയും പറഞ്ഞിട്ട് ഞാനിനിയും നമ്മുടെ സംഭവത്തിലേക്ക് കടക്കാം. ഞാൻ സാധാരണയായിട്ട് സായാഹ്നങ്ങളിൽ ഒന്ന് നടക്കാൻ പോകാറുണ്ട്. ഒരു 3-4 കിലോമീറ്ററൊക്കെ നടക്കും. അങ്ങനെ തിരുവനന്തപുരം നഗരത്തിലൂടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് നടന്നിട്ട് തിരിച്ചു വരുമ്പോൾ ആയുർവേദ കോളേജിന് സമീപമുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ടായിരുന്നു. ഇപ്പോൾ അത് പൂട്ടിപ്പോയി. ഒരു 2-3 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നു. കൃഷ്ണ ഹോട്ടൽ. അവിടെ നിന്ന് ഞാനൊരു ചായ കുടിക്കും. ഒരു വട അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, ചിലപ്പോൾ ഒരു മധുര ഉള്ള എന്തെങ്കിലും, ഒരു ബോളിയോ എന്തെങ്കിലും ആയിരിക്കാം, അത് കഴിക്കും. അങ്ങനെ ഞാൻ അവിടെ ചായ കുടിക്കുന്ന അവസരത്തിൽ സ്ഥിരമായി എൻ്റെ എതിരെ ഒരാൾ വന്നിരിക്കുകയും പതുക്കെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അയാളെ പരിചയപ്പെടുകയും ചെയ്തു. തൽക്കാലത്തേക്ക് അയാളുടെ പേര് കാസിം എന്ന് നമുക്ക് പറയാം. ഇസ്ലാം മതവിശ്വാസിയാണ്. അപ്പോൾ കാസിമിനെ ഞാൻ അവിടെ വെച്ച് പരിചയപ്പെടുന്നു. പിന്നീട് ഞങ്ങൾ 2 പേരും ഒരേ സമയത്ത് തന്നെ അവിടെ വന്ന് ചായ കുടിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ സുഹൃത്തുക്കളുമായി. കാസിം തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിലെ ഒരു ലോഡ്ജിൻ്റെ മാനേജറാണ്. 30 വയസ്സ് പ്രായമുണ്ട് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ. അങ്ങനെ ഞങ്ങൾ സ്ഥിരമായിട്ട് പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കും. ഇങ്ങനെ ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മേശയ്ക്ക് സമീപമുള്ള മേശയിൽ സ്ഥിരമായി മറ്റൊരാളും വന്നിരിക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അങ്ങനെ ഞങ്ങൾ അദ്ദേഹവുമായിട്ടും പരിചയപ്പെടുന്നു. അദ്ദേഹം ഞങ്ങളോടൊപ്പം ഇരുന്ന് ചായ കുടിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പേരും യഥാർത്ഥ പേരൊന്ന് ഞാൻ മാറ്റി പറയുകയാണ്. പ്രശാന്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് പേരിടാം. അദ്ദേഹം ഗൗഡസാരസ്വത ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അടുത്തൊരു സ്വർണ്ണക്കടയിലെ സെയിൽസ്മാനാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ 3 പേരുമാണ് ഈ സംഭവത്തിലെ ഈ കഥയിലെ കഥാപാത്രങ്ങൾ. ഹരികുമാർ, എൻ്റെ പേര് ഹരികുമാർ. അപ്പോൾ നമുക്കിനി നമ്മുടെ ഈ സംഭവത്തിലേക്ക് പോകാം. ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ ഹരികുമാർ. അങ്ങനെ ഞങ്ങൾ 3 പേരുടെ സൗഹൃദം വളരെ ഒരു അടുത്ത സൗഹൃദത്തിലേക്ക് വളർന്നു. അങ്ങനെ ചിലപ്പോഴൊക്കെ ഞാൻ ഈ ലോഡ്ജ് മാനേജരായ വ്യക്തിയുടെ ലോഡ്ജിലേക്ക് പോവുകയും അവിടെ ഒരു മുറിയിൽ ചിലപ്പോൾ ഞങ്ങൾ 3 പേരും കുറച്ച് സമയം സംസാരിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് സൗഹൃദം വളരുന്നു. അപ്പം ഒരു ദിവസം ഈ ലോഡ്ജ് മാനേജർ പതുക്കെ ഞാനുമായി കൂടുതൽ അദ്ദേഹം അടുക്കുമ്പോൾ അദ്ദേഹം
ആത്മീയ വിഷയങ്ങളിലേക്ക് സംസാരം മാറാൻ തുടങ്ങി. അദ്ദേഹത്തിന് ചില ദിവ്യശക്തികൾ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. അപ്പോൾ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, എൻ്റെ കുറേ കഴിവുകൾ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതെന്താണ്, എങ്ങനെയാണ് നഷ്ടപ്പെടാനുള്ള കാരണം? അത് അദ്ദേഹം ഒന്നും മറുപടി പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വ്യക്തി എന്നോട് പലപ്പോഴും ഇയാളൊരു സൂഫി പരമ്പര വിശ്വാസിയാണെന്ന് അതിനിടയ്ക്ക് ഞാൻ മനസ്സിലാക്കിയത്. ഇസ്ലാം മത വിശ്വാസിയാണെങ്കിലും അതിൽ തന്നെ ഒരു പ്രത്യേക വിഭാഗമാണല്ലോ സൂഫികൾ. അങ്ങനെ ഒരു സൂഫി പരമ്പര വിശ്വാസിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇദ്ദേഹം എപ്പോഴും ചില തമിഴ്നാട്ടിലെ ചില ഇസ്ലാം മത തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാനൊക്കെ എന്നെ ക്ഷണിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഞാനതിൽ അത്ര താല്പര്യം കാണിച്ചിരുന്നില്ല. പിന്നെ മാത്രവുമല്ല, ഇദ്ദേഹം പലപ്പോഴും എന്നെ കന്യാകുമാരി, അങ്ങനെയെങ്കിൽ അവിടെ എങ്ങും പോകണ്ട, കന്യാകുമാരി കടപ്പുറത്ത് വരെ നമുക്കൊന്ന് പോയാലോ എന്ന് പലപ്പോഴും എന്നെ ക്ഷണിക്കും. എന്തുകൊണ്ടോ ഞാൻ അതിനും തയ്യാറായില്ല. അങ്ങനെ നിരവധി തവണ ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, എനിക്ക് കുടുംബവും പ്രാരാബ്ധവും ഒക്കെ ഉണ്ട്, അങ്ങനെ വിട്ടിട്ട് പെട്ടെന്ന് കൂടി വരാൻ പറ്റില്ല, കാസിം വിളിക്കുമ്പോഴൊക്കെ എനിക്ക് വരാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യ്, ഈ പ്രശാന്ത് ഉണ്ടല്ലോ, ഇവന് പ്രത്യേകിച്ച് കുടുംബമൊന്നുമില്ല. പ്രശാന്ത് ഞങ്ങൾ 3 പേരിലും ഏറ്റവും ഇളയ വ്യക്തി, ഒരു 24 വയസ്സായിരുന്നു അദ്ദേഹത്തിന് കാണുകയുള്ളൂ. ഞാൻ പറഞ്ഞു, പ്രശാന്തിനെ വിളിച്ചുകൊണ്ട് ഒരു ദിവസം പോകും. അപ്പോൾ പ്രശാന്തിനോട് ഞാനും പ്രശാന്തിനെ പ്രോത്സാഹിപ്പിച്ചു, കന്യാകുമാരി പോയി കടപ്പുറമൊക്കെ ഒന്ന് കണ്ടിട്ട് വാ, ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് വരാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം പ്രശാന്തും കാസിമും കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ടു. അവർ പോകുന്നതിന് മുമ്പ് അന്ന് എന്നോട് പറഞ്ഞിരുന്നു. അടുത്ത ദിവസം ഞാൻ പിന്നീട് ചായ കുടിക്കാൻ പോകുമ്പോൾ അവരെ കണ്ടില്ല. ഞാൻ വിളിച്ചുമില്ല, കാരണം എനിക്ക് തോന്നി അവർ കന്യാകുമാരി പോയിട്ട് വന്ന് ചിലപ്പോൾ ഒരു ദിവസം അവിടെ താമസിക്കുമോ, അല്ലെങ്കിൽ വന്നിട്ട് ഉള്ള ക്ഷീണം കാരണം അടുത്ത ദിവസം വരാതിരിക്കുമോ, എന്തെങ്കിലും ആയിരിക്കാം എന്ന് കരുതിയിട്ട് ഞാൻ അവരെ വിളിച്ചില്ല. അടുത്ത ദിവസവും ഇവരെ രണ്ടുപേരെയും കണ്ടില്ല. അപ്പോൾ എനിക്ക് സംശയമായി. അപ്പോൾ ഞാൻ പ്രശാന്തിനെ വിളിച്ചു. ഇപ്പോൾ എനിക്ക് ആകെപ്പാടെ ഒരു ചെറിയൊരു വിഷമവും തോന്നി. കാരണം ഈ കാസിം എന്ന വ്യക്തി ഇനി എന്തെങ്കിലും നമ്മുടെ സുഹൃത്തായി പ്രശാന്തിനോട് എന്തെങ്കിലും പെരുമാറ്റത്തിൽ കുഴപ്പം എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ, അതോ ഇനി തിരിച്ചാണോ? രണ്ടും ആകാമല്ലോ. പക്ഷേ ഇതിൽ പ്രശാന്താണ് ആരോഗ്യദൃഢഗാത്രൻ, 6 അടിയോളം പൊക്കമുള്ള, എന്നെക്കാളൊക്കെ അധികം പൊക്കവും നല്ല ആരോഗ്യമുള്ള ഒരു അജാനബാഹുവാണ് പ്രശാന്ത്. ഈ കാസിം ചെറിയൊരു മനുഷ്യനാണ്, കഷ്ടിച്ചൊരു 5.5 അടി പൊക്കം ഒരു മെലിഞ്ഞ ഒരു കക്ഷിയാണ്. എന്തായാലും അയാൾക്ക് പ്രശാന്തിനെ ആക്രമിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ എന്തായാലും ഞാൻ പ്രശാന്തിനെ വിളിച്ചു. പ്രശാന്ത് എന്നെ അണ്ണ എന്നാണ് വിളിക്കുന്നത്. അയ്യോ അണ്ണനെ ഞാൻ കാണാനിരിക്കുകയായിരുന്നു, അണ്ണൻ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ആ ഹോട്ടലിൻ്റെ അടുത്തുണ്ട്, ഞാനിപ്പോൾ വരുവാന്ന് പറഞ്ഞു. അങ്ങനെ പ്രശാന്ത് എന്നെ കാണാൻ വന്നു. ഞങ്ങൾ ചായ കുടിക്കാൻ കയറി. അവിടെ വെച്ച് പ്രശാന്ത് ഒരു സംഭവം പറയുന്നു. പ്രശാന്ത് പറയുന്നത്, ഞങ്ങൾ രണ്ടുപേരും കൂടി കന്യാകുമാരിയിൽ കടപ്പുറത്തെത്തുന്നു. അപ്പോൾ ഏതാണ്ട് സമയം ഒരു 6:30 കഴിഞ്ഞിരിക്കും. സൂര്യൻ അസ്തമിക്കുകയാണ്, മനോഹരമായ ദൃശ്യം. ഞങ്ങൾ ആ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടവിടിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. കപ്പലണ്ടി വാങ്ങിച്ച് കുറിച്ചുകൊണ്ടിരുന്നു. ബീച്ച് നിറയെ ആൾക്കാർ. അങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്നു. സമയം പോയി. അപ്പോഴേക്കും നോക്കുമ്പോൾ ഏതാണ്ട് 8:30 സമയം. ഞങ്ങൾ അടുത്തുള്ളൊരു ചെറിയ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു. വീണ്ടും ഈ കടപ്പുറത്ത് വന്നിരിക്കുകയാണ്. അവിടെയൊന്നും ഒറ്റ മനുഷ്യരില്ല. അപ്പോഴേക്കും 9 മണിയൊക്കെ 9-9:30 ആയെന്നാണ് ഈ പ്രശാന്ത് പറയുന്നത്. ആ ബീച്ചിൻ്റെ ഒരു വിജനമായ കോണിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അവിടെയൊന്നും ആരുമില്ല. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു പൂമാല വിൽക്കുന്ന ഒരു സ്ത്രീ വന്നു. അവരുടെ കയ്യിൽ നിന്നും കാസിം ഒരു മുല്ലപ്പൂമാല വാങ്ങി. മുല്ലപ്പൂമാല വാങ്ങിയിട്ട് അവൻ ആ മാല സ്വന്തം കഴുത്തിലിട്ടു. പ്രശാന്ത് പറയുന്നത്, അപ്പോഴേക്കും കാസിം ആളാകെ മാറിക്കഴിഞ്ഞു. എന്താണ് കാസിമിന് സംഭവിച്ചത് അതെനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ കാസിം ആ മാല കഴുത്തിലിട്ട് ആ മാല ഇങ്ങനെ മണപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ദീർഘമായിട്ട് ശ്വാസം എടുത്ത് മണപ്പിക്കുന്നു. പെട്ടെന്ന് കാസിമിൻ്റെ മുഖഭാവം മാറി. അവൻ്റെ സ്വരം കൂടുതൽ ദൃഢമായി. അവൻ ആ മാലയെടുത്ത് കടലിലേക്ക് എറിഞ്ഞു. എന്നിട്ട് പ്രശാന്തിനോട് പറഞ്ഞു, ഇനി നീ നോക്കിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പ്രശാന്ത് പറയുന്നത്,
കാസിം പെട്ടെന്ന് കടലിലേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ആ മാല തിരമാലകൾപ്പെട്ട് ഒഴുക്കിൽപ്പെട്ട് കുറച്ച് ദൂരം പോയിരുന്നു. അത് കരയിൽ ഇരുന്നുകൊണ്ട് കാണാം. കാസിമാകട്ടെ ഈ ആദ്യം വെള്ളത്തിലൂടെ ഇറങ്ങി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രശാന്ത് പറയുന്നു അവൻ തിരകൾക്ക് മുകളിലൂടെ നടക്കാൻ തുടങ്ങി. അങ്ങനെ തിരകൾക്ക് മുകളിലൂടെ നടന്നു പോയി കാസിം ആ മാലയെടുത്ത് തിരിച്ചു കൊണ്ടുവന്നിട്ട് പ്രശാന്തിൻ്റെ കയ്യിൽ മാല കൊടുക്കുന്നു. എന്നിട്ട് പ്രശാന്തിനോട് പറഞ്ഞു, നീ ആ മാല എടുത്ത് കടലിലേക്ക് എറിയും. പ്രശാന്തിന് ആകെ ഒരു പരിഭ്രാന്തി, ആകെ ഒരു കൺഫ്യൂഷൻ. എന്താ സംഭവിക്കുന്നത്? അപ്പോഴേക്കും കാസിമിൻ്റെ സ്വരം കൂടുതൽ ആജ്ഞാസ്വരമായി മാറി. അത് കേട്ട് പ്രശാന്ത് പറയുന്നത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ മാല കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇനി നീ പോയി എടുത്തുകൊണ്ട് വരൂ എന്ന് കാസിം പറയുന്നു. പ്രശാന്ത് പറഞ്ഞു, ഞാൻ ആകെ പരിഭ്രാന്തനായി, ഞാൻ കടലിലേക്ക് ഇറങ്ങിയാൽ മുങ്ങിപ്പോകും, ഞാൻ മരിച്ചു പോകും, എനിക്ക് മരിക്കാൻ താല്പര്യമില്ല. അങ്ങനെ പ്രശാന്ത് പറയുന്നത് അവൻ അതോടുകൂടി കോപാകുലനായി. കാസിം, എന്താ ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ലേ? ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പ്രശാന്ത് പറയുന്നത്, ഞാൻ സർവ്വശക്തിയും സംഭരിച്ച ചേട്ടാ, അണ്ണ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട് ഞാൻ പെട്ടെന്ന് ബസ് സ്റ്റാൻഡിലെത്തി. ഒരു ബസ് കേരളത്തിലേക്കുള്ള ഒരു ബസ്സുണ്ടായിരുന്നു, അതിൽ കയറി ഞാനിങ്ങനെ തിരികെ എത്തി. ഇതാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. എനിക്കാകെ ഒരു വല്ലായ്മ തോന്നി. കാരണം ഞാനാണല്ലോ പ്രശാന്തിനെ കാസിമിനോടൊപ്പം കന്യാകുമാരിയിലേക്ക് നിർബന്ധിപ്പിച്ച് അയച്ചത്. അടുത്ത ദിവസം ഞാൻ കാസിമിനെ വിളിച്ചു. പെട്ടെന്ന് കാസിം എത്തി. ഞാൻ പറഞ്ഞു, എന്താ കാസിമേ, ഇന്നലെ എവിടെ ആയിരുന്നു ഇത്രയും ദിവസം? പ്രശാന്ത് എന്തി എന്ന് ഞാൻ ആദ്യം ചോദിച്ചു, ഒന്നും അറിയാൻ വയ്യാത്ത മട്ടിൽ. അപ്പോൾ കാസിം പറഞ്ഞു, ഒരു വലിയ സംഭവം ഉണ്ടായി, അത് ഞാൻ പറയാം എന്ന് പറഞ്ഞു. എന്താണ്? ആ പ്രശാന്ത് ഉണ്ടല്ലോ, ഒരു പന്നച്ചെറുക്കനാണ്, എന്നെ വെള്ളത്തിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. ഇതാണ് ഈ കാസിം പറയുന്നത്. ഞാൻ ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലായി. കാരണം പ്രശാന്ത് പറഞ്ഞതാണ് എനിക്ക് വിശ്വസനീയമായി തോന്നിയത്. പക്ഷേ കാസിം പറയുമ്പോൾ ഇത് രണ്ടിലും കാസിം വെള്ളത്തിൽ വീണു പോലത്തെ ഒരു സൂചനയുണ്ടല്ലോ. അപ്പം കാസിമിനെ വെള്ളത്തിൽ തള്ളിയിട്ടത് പ്രശാന്താണെന്ന് കാസിം പറയുന്നു, പ്രശാന്ത് പറയുന്നത് തിരിച്ചാണ്. ആരെ വിശ്വസിക്കണം? എനിക്ക് ഒട്ടും പിടിയില്ല. എന്തായാലും ശരി, അതോടുകൂടി ഞങ്ങളുടെ സൗഹൃദം അങ്ങ് പിരിയുകയാണ്. അപ്പം കാസിം എന്തോ ഗൂഢലക്ഷ്യത്തോടെ ആണ് ഇത് ചെയ്തത് എന്ന് പ്രശാന്ത് സംശയിക്കുന്നു. പ്രശാന്ത് കാസിമിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് കാസിം പറയുന്നു. ആരെ വിശ്വസിക്കണം? എന്തായാലും അതിനിടയ്ക്ക് പ്രശാന്തിൻ്റെ സ്ഥാപനത്തിലെ ജോലി നഷ്ടപ്പെടുന്നു. അപ്പോൾ പ്രശാന്ത് അത്യാവശ്യം മദ്യം കഴിക്കുകയും അതുപോലെ ചെറുപ്പക്കാർക്കുള്ള എല്ലാ ദുശീലങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ പ്രശാന്ത് സത്യം പറഞ്ഞാൽ ഞാനാകെ എനിക്ക് വിഷമം തോന്നി. കാരണം പുള്ളി ഒരു ദുശീലങ്ങളിലേക്ക് വീണ് മൊത്തത്തിൽ ഒരു ജീവിതം വഴിതെറ്റി പോകുമോ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാനിത് വീണ്ടും ഒരു ദിവസം കാസിമുമായിട്ട് സംസാരിച്ചു. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് കാണുന്ന പരിപാടിയൊക്കെ അപ്പോഴത്തേക്ക് നിർത്തി. പക്ഷേ കാസിം എന്നോട് പറഞ്ഞു, ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല, അവന് വേറെന്താ നല്ല ജീവിതമാർഗം കിട്ടും എന്ന് കാസിം പറയും. ശരി, ഞാൻ പറഞ്ഞു, ഞാനും അങ്ങനെ വന്നാൽ നമുക്ക് നന്നായിരുന്നു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ അറിയുന്നത് പ്രശാന്ത് എന്നെ വിളിച്ചു. അപ്പോഴേക്കും അവന് ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനു മുമ്പ് എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാൻ അന്ന് ആദ്യം കണ്ട ദിവസമുള്ള പ്രശാന്ത് അല്ല. പിന്നീട് മദ്യപാനം പരിപൂർണമായിട്ട് നിർത്തി. എപ്പോഴും ഈശ്വരചിന്ത, ആത്മീയ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന സ്ഥിതിയിലെത്തി. ഇപ്പം ഞങ്ങളൊരിപ്പോൾ ഒരു 3 വർഷമായി കണ്ടിട്ട്. അന്ന് 24 വയസ്സ്, ഇപ്പോൾ ഒരു 27 വയസ്സാവാം. ഈ വ്യക്തി ഞാൻ ഇത്രയധികം ആത്മീയ ജീവിതത്തിൽ മുഴുകിയിരിക്കുന്ന വ്യക്തികളെ ഞാൻ കണ്ടിട്ടില്ല. ആ നിലയിലേക്ക് പ്രശാന്ത് മാറി. കരീം ഇപ്പോഴും പഴയതുപോലെ തന്നെ ഹോട്ടൽ മാനേജറായിട്ടിരിക്കുന്നു. അയാൾ പിന്നീട് അയാളുടെ ദിവ്യശക്തി വീണ്ടെടുക്കാൻ അയാൾ ശ്രമിക്കുകയാണെന്ന് എന്നോട് പറഞ്ഞു. അയാളുടെ ശരീരത്തിൽ ഏതോ ഒരു സൂഫി ആത്മാവ് കയറുമെന്ന്. ആ ആത്മാവ് കുറച്ച് നാൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും മാറിപ്പോയതാണ്.
ആത്മാവ് വീണ്ടും തിരിച്ചു വരുമെന്നും ഒക്കെ അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല. മാത്രമല്ല ഈ അദ്ദേഹം തിരുവനന്തപുരം ജില്ലക്കാരനല്ല, കൊല്ലം ജില്ലക്കാരനാണ്. ആ കൊല്ലം ജില്ലയിൽ ഇദ്ദേഹത്തിൻ്റെ വീട് നിൽക്കുന്ന സ്ഥലത്തെ മുസ്ലിം സംഘടനകളൊക്കെ തന്നെ ഇയാൾക്കെതിരെ തിരിഞ്ഞു. കാരണം ഇയാൾ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ആളാണെന്ന് അവർ ആക്ഷേപിച്ചു. അതിന് ഈ കാസിമിൻ്റെ സ്വന്തം അച്ഛൻ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിന് ഈ കാസിമിനെ കാണാൻ കാസിം പല പ്രവചനങ്ങൾ നടത്തുമ്പോൾ ഇദ്ദേഹത്തിനെ കാണാനായി വരുന്നവരൊക്കെ ഇദ്ദേഹത്തിന് സംഭാവന കൊടുക്കും. ചിലപ്പോൾ അങ്ങനെ ഒരു ദിവസം പ്രവചനം കേൾക്കാനെത്തിയ കുറച്ച് ആൾക്കാർ അദ്ദേഹത്തിന് കുറേ ബിരിയാണി കൊണ്ട് കൊടുത്തു. ആ ബിരിയാണിയുടെ ഒരു ഭാഗം അദ്ദേഹം സ്വന്തം പിതാവിന് കൊടുത്തു. പിതാവ് അത് വലിച്ചെറിഞ്ഞതിന് ശേഷം പിതാവ് സ്തംഭിച്ചു പോയി. പിതാവ് പിന്നീട് മരണപ്പെട്ടു എന്നൊക്കെയാണ് കാസിം പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് അതിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ല, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കയറി സൂഫിയെ അപമാനിച്ചതാണെന്നൊക്കെയാണ്. എന്തായാലും ശരി, ഇതിലെത്രത്തോളം ഇതിലൊക്കെ സത്യമുണ്ട് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ ഇതിലെ അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയ ഒരേ ഒരു വസ്തുത, ഈ പ്രശാന്ത് എന്ന ചെറുപ്പക്കാരൻ എങ്ങനെ വളരെ വേഗം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നും വലിയ സമൂലമായ പരിവർത്തനം വന്ന് അദ്ദേഹം എങ്ങനെ ഒരു പൂജാരിയായി മാറി എന്നുള്ളത് അതിപ്പോഴും എനിക്ക് അതിശയകരമായിട്ട് തോന്നുന്നു. കന്യാകുമാരിയിൽ വെച്ച് വെള്ളത്തിന് മുകളിലൂടെ നടന്നോ അതോ ഈ പറയുന്ന ദിവ്യശക്തികൾ കാസിമിനുണ്ടോ എന്നൊന്നും എനിക്കറിയാൻ വയ്യ. പക്ഷേ എങ്കിലും കാസിം എന്ന വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇയാൾക്ക് വളരെ ബുദ്ധിപൂർവമായ നിരീക്ഷണങ്ങൾ നടത്താൻ പറ്റുമെന്ന്. കാരണം എന്നോട് സംസാരിക്കുമ്പോൾ പോലും അയാൾ ഏതാണ്ട് പലപ്പോഴും കൃത്യമായ ഊഹങ്ങൾ അയാൾ നടത്തുമായിരുന്നു. നമ്മൾ പറയുന്ന ഓരോ വാചകവും ഒക്കെ സൂക്ഷ്മമായിട്ട് പുള്ളിയുടെ മനസ്സിൽ എവിടെയോ പതിഞ്ഞിട്ട് അതിൽ നിന്നും ഈ വ്യക്തി സ്വന്തമായ നിഗമനങ്ങളിൽ എത്തിച്ചേരും. മുന്നിലിരിക്കുന്ന ആളിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ചില പ്രവചനാത്മകമായ ചില വസ്തുതകൾ ഇയാൾ സംസാരിക്കും. ആ സംസാരം അത് ഇയാളുടെ ഒരുപക്ഷെ യുക്തിസഹമായ വിലയിരുത്തലുകളാവാം. അതായത് തൻ്റെ മുന്നിൽ കാണുന്ന വസ്തുതകളെ അത് പ്രത്യേകിച്ച് മമതയോ വിദ്വേഷമോ ഇല്ലാതെ അവയെ വസ്തുതകളായിട്ട് മാത്രം കണ്ട് അതിൽ നിന്നും മുന്നിലിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് നിഗമനങ്ങളിൽ എത്തിച്ചേരുന്ന ഒരു മാനസികാവസ്ഥ, ആ മാനസികാവസ്ഥ ഈ വ്യക്തിക്കുണ്ടെന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. അത് ദിവ്യശക്തികളാണോ അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷെ പലപ്പോഴും നമുക്ക് കൃത്യമായി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അനലറ്റിക്കൽ സ്കിൽ, ആ അനലറ്റിക്കൽ സ്കില്ല് ഈ കാസിം എന്ന വ്യക്തിക്ക് വലുതായിട്ടുണ്ട്. ഒരുപക്ഷെ ഈ അനലറ്റിക്കൽ സ്കില്ലാകാം ഓരോ വ്യക്തിക്കും വരാനിരിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വിലയിരുത്താനും അത് മുൻകൂട്ടി കണ്ടെത്താനും കാസിമിനെ ശക്തനാക്കുന്നതെന്ന് എനിക്ക് തോന്നി. ഇത്തരം വ്യക്തികൾ നമ്മുടെ ചുറ്റുമുണ്ട്, ഒരുപാട് പേരുണ്ട്. ചിലരൊക്കെ സാധാരണ ജീവിതം നയിക്കുന്നവരായിരിക്കാം, ചിലരൊക്കെ സന്യാസമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മതങ്ങളുടെ ചിഹ്നങ്ങളോ ഒക്കെ അണിയുന്ന വ്യക്തികളായിരിക്കാം. എന്തായാലും ഇത് അത്തരത്തിൽ ഒരു സിദ്ധിയാണ്. പക്ഷേ ദൈവവുമായിട്ട് ഇതിനെ കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമുക്ക് കൂടുതൽ വിഷയങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.